ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട് പണിയാൻ നേരത്ത് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയെന്ന്. പക്ഷേ ഇത്രയും വ്യത്യാസം എങ്ങനെയാണ് പലരും ചെയ്യുമ്പോൾ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവർ ഇതിനകത്ത് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കോൺട്രാക്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് സാധാരണഗതിയിലുള്ള പോലെയല്ല. ആരാണെങ്കിലും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവർ അവരുടേതായ രീതിക്ക് ചെയ്യുമ്പോൾ ആ റേറ്റിന് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ചവർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കൂടിയ റേറ്റിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനകത്ത് ഞാൻ തടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തടി പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. തടി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കോൺട്രാക്ട് റേറ്റിലും വ്യത്യാസം വരാറുണ്ട്. സാധാരണഗതിയിൽ കുറഞ്ഞ റേറ്റുകളിലൊന്നും ആരും തടിയുടെ വർക്ക് ചെയ്യുന്നില്ല. തടിയുടെ വർക്ക് ചെയ്താൽ തന്നെ അക്കേഷ്യ, മാഞ്ചിയം പോലെയുള്ള സാധാരണ നാട്ടുതടികളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആഞ്ഞിലി പോലെയുള്ള കുറച്ചുകൂടെ കൂടിയ തടികൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടും. തേക്കോ ചെറുതേക്ക് പോലെയുള്ള നല്ല തടികളിലേക്ക് പോകുന്ന സമയത്ത് നല്ലോണം റേറ്റ് വ്യത്യാസം വരും. അത് കാരണം ആ റേറ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമ്മളൊരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ 1850 രൂപ എന്ന് പറഞ്ഞ് ആരെങ്കിലും കോൺട്രാക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളെന്ന് പറയുന്നത് സ്ട്രക്ചറൽ വർക്കുകളാണ് തുടക്കത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ വർക്കുകൾക്ക് ഫൗണ്ടേഷൻ ഏതായിരിക്കും എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ നോർമലായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. എന്നാൽ അത് 2000 രൂപയിലേക്കാവുമ്പോൾ പ്ലിന്ത് ബീം എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും. അതുതന്നെയായിരിക്കും 2500 റേഞ്ചിലേക്ക് വരുന്നതിനും സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഭിത്തി കെട്ടാൻ നേരത്ത് സാധാരണഗതിയിൽ 1850-ന് ഭിത്തി കെട്ടുന്നത് സോളിഡ് ബ്രിക്ക് കൊണ്ടായിരിക്കും. എന്നാൽ 2000 രൂപയും 2200 രൂപ വരെയുള്ളതിന് സാധാരണഗതിയിൽ ചെങ്കല്ല് കൊണ്ടായിരിക്കും. ലാറ്ററൈറ്റ് ബ്രിക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചെയ്യുക. എന്നാൽ 2500 വരുന്ന റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ സാധാരണ ഇഷ്ടിക കൊണ്ടായിരിക്കും. വയർ കട്ട് ബ്രിക്ക് എന്ന് പറയുന്ന ബ്രിക്കോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഭിത്തി പണിയുന്ന ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അടുത്തത് വരുന്നതാണ് സൺഷെയ്ഡ് ലിൻഡൽ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ലിൻഡലിൻ്റെ കൂടെ വരുന്ന സൺഷെയ്ഡ് എന്ന് പറയുന്നത് സാധാരണ 1850-ന് വരുമ്പോഴത്തേക്കുള്ള കുഴപ്പം എന്ന് പറയുന്നത് സൺഷെയ്ഡ് മുഴുവൻ ഉണ്ടാവില്ല. ജനലിൻ്റെ മുകൾ ഭാഗത്തും വാതിലിൻ്റെ മുകൾ ഭാഗത്തും മാത്രമേ സൺഷെയ്ഡുകൾ ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെയാണ് 2000-2200 റേഞ്ചിൽ വരുമ്പോൾ. എന്നാൽ 2500 റേഞ്ചിൽ വരുമ്പോഴത്തേക്ക് സൺഷെയ്ഡ് നമുക്ക് ഡിസൈൻ ഒഴികെയുള്ള ബാക്കി കംപ്ലീറ്റ് ഏരിയയിൽ ഫുള്ളായിട്ട് സൺഷെയ്ഡ് ഉണ്ടാകും. ഇതായിരിക്കും ആ ഭാഗത്ത് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതുതന്നെ സ്ട്രക്ചറിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ വർക്കാണ് റൂഫ് വർക്ക് എന്ന് പറയുന്നത്. റൂഫ് വർക്ക് സാധാരണഗതിയിൽ ചരിഞ്ഞ റൂഫുകളൊന്നും തന്നെ സാധാരണ 1850 രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്ലാറ്റ് റൂഫിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫ്ലാറ്റ് റൂഫിൻ്റെ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ഫ്ലാറ്റ് റൂഫ് സാധാരണയായിട്ട് വാർത്ത് തരും. അതുപോലെ തന്നെയാണ് 2000-2200 റേഞ്ച് വരുന്ന ഭാഗത്തും ഫ്ലാറ്റ് റൂഫ് 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ തന്നെ വാർക്കും. എന്നാൽ ചില കണ്ടീഷൻസിൽ 2500 റേഞ്ച് വരുമ്പോഴത്തേക്ക് 12 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ വരെ റൂഫ് വാർത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ 2500 കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് സ്ലോപ്പ് റൂഫോ ഏത് വെണ്ണിലും നമുക്ക് അതിനകത്ത് ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നതാണ് വയറിങ്ങിൻ്റെ ഭാഗം. വയറിങ്ങിൻ്റെ ഭാഗത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഓർഡിനറി വയറിംഗ് ആയിരിക്കും സാധാരണഗതിയിൽ 2 ഭാഗത്തും ഉണ്ടാകുക. അല്ലാതെ നമ്മളുടെ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ആ 2500 റേഞ്ചിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് വയറിങ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഓർഡിനറി സ്വിച്ചസ് ആയിരിക്കും സാധാരണഗതിയിൽ ഉള്ള സ്വിച്ചുകളായിരിക്കും ആദ്യത്തെ 2 ഭാഗത്തും 1850-ലും 2000-2250 ഭാഗത്തും വരുന്നത് ഓർഡിനറി സ്വിച്ചുകളും പ്ലഗുകളും ഒക്കെ ആയിരിക്കും. എന്നാൽ കസ്റ്റമറിൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ 2500 റേഞ്ചിൽ വരാം. എന്നാലും സാധാരണഗതിയിൽ അവർ ഓർഡിനറി സ്വിച്ചുകളൊക്കെയാണ് വയ്ക്കാറുള്ളത്. വേണമെങ്കിൽ ചെറിയ ചേഞ്ചുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളുടെ ഫാൻ ഫിറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ 2 ഭാഗത്തും 1850-ലും 2000 റേഞ്ച് വരുന്ന ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഫിറ്റിങ്സുകൾ ഒരു സാധാരണ നമുക്ക് തരാറില്ല. ഫാന്, ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തരാറില്ല. എന്നാൽ 2500 റേഞ്ച് വരുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഫാനും ലൈറ്റ് ഫിറ്റിങ്സും എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ 2 ഭാഗത്തും 1850-ൻ്റെയും 2000-ൻ്റെയും ഭാഗത്ത് വരുന്നതിനകത്ത് ഒരു അഡീഷണൽ വയറിങ്ങുകളും അവർ സാധാരണ ചെയ്യാറില്ല. അഡീഷണൽ വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമുക്ക് ഇങ്ങോട്ടൊരു വയർ വേണം, നമുക്കൊരു അഡീഷണൽ കോളിംഗ് ബെല്ല് വേണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു മാസ്റ്റർ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇടണം, അഡീഷണൽ വേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതൊന്നും തന്നെ ആദ്യത്തെ ഭാഗത്തെ 2-ൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ മൂന്നാമത്തെ ഭാഗത്തിൽ 2500 ഭാഗത്ത് നമ്മുടെ കുറച്ച് അഡീഷണൽ വർക്ക് വയറിങ്ങുകളൊക്കെ നമുക്ക് അവർ ചെയ്ത് തരാറുണ്ട്. അടുത്താണ് പ്ലംബിങ്ങിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. പ്ലംബിങ്ങിൻ്റെ ഭാഗത്തിൽ ആദ്യത്തെ കണ്ടീഷൻ നമുക്കറിയാം, ആദ്യത്തെ 2 ഭാഗത്തും നോർമലായിട്ടുള്ള ഓർഡിനറി പ്ലംബിംഗ് ആയിരിക്കും ചെയ്യുക. എന്നാൽ 2500 റേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്ലംബിങ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പ്ലംബിംഗ് ഒക്കെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും.
പ്ലംബിംഗ് പൈപ്പ് ആദ്യത്തെ രണ്ട് ഭാഗത്തും ഓർഡിനറി പ്ലംബിംഗ് പൈപ്പുകളായിരിക്കും ഉപയോഗിക്കുക, സാധാരണയായിട്ടുള്ള പ്ലംബിംഗ് പൈപ്പുകളായിരിക്കും ഉപയോഗിക്കുക. എന്നാലും മൂന്നാമത്തെ റേഞ്ചിലുള്ള 2500 ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്ലംബിംഗ് പൈപ്പുകൾ നമുക്ക് ഉപയോഗിപ്പിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഓർഡിനറി ഫിറ്റിംഗ്സ് ആയിരിക്കും നമുക്ക് പ്ലംബിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുക ആദ്യത്തെ രണ്ട് ഭാഗത്തും. എന്നാൽ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സുകളായിരിക്കും മൂന്നാമത്തെ റേഞ്ചിലുള്ള ഹൈ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുക. അത് ജാഗ്വാർ, സെറ പോലുള്ള ഫിറ്റിംഗ്സുകളൊക്കെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. പ്ലംബിങ്ങിൻ്റെ കാര്യത്തിലും അഡീഷണൽ ആയിട്ടുള്ള യാതൊന്നും ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ രണ്ട് ഭാഗത്തും അവർ ചെയ്യില്ല. അതുകൂടാതെ മൂന്നാമത് വരുന്ന സ്ഥലത്ത് കുറച്ച് പ്ലംബിങ്ങിൻ്റെ അഡീഷണൽ വർക്കുകൾ, ചിലപ്പോൾ പുറത്തേക്ക് രണ്ട് ടാപ്പോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി കഴുകാനുള്ള ഭാഗത്തേക്ക് ഒരു ടാപ്പോ അങ്ങനെയുള്ള ഫിറ്റിങ്ങുകളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ കണ്ടീഷനിൽ സാധാരണയായിട്ട് ചെയ്തു തരുന്നത് കണ്ടിട്ടുണ്ട്. ഇതാണ് ടൈൽ വർക്ക് എന്ന് പറയുന്നത്. ടൈൽ വർക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 50 രൂപ റേഞ്ച് വരുന്ന സാധാരണ ടൈലുകളൊക്കെ ഉപയോഗിക്കും. രണ്ടാമത്തെ റേഞ്ചിലാണെങ്കിൽ ഒരു 60 രൂപ വരുന്ന ടൈലുകൾ ഒരു മീഡിയം റേഞ്ചിലേക്കൊക്കെ ഉപയോഗിക്കും. എന്നാൽ മൂന്നാമത്തെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂടി ഒരു 65 രൂപ ടൈല് അല്ലെങ്കിൽ 70 രൂപ റേഞ്ച് വരുന്നൊരു ടൈലുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് അവർ സാധാരണ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 1850 രൂപയുടെ റേഞ്ചിൽ സാധാരണ യാതൊരു ഡിസൈൻ വർക്കുകളും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള 2000-2200 റേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡിസൈൻ വർക്കുകളും ഒക്കെ അവർ ചെയ്തു തരും. എന്നാൽ ഫുള്ളായിട്ടുള്ള ഡിസൈൻ വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും 2500 റേഞ്ചിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ. 1850 രൂപയുടെ അടുത്ത ഭാഗത്ത് വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ സിമൻറ്റ് തന്നെയായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തും 2000-2200 റേഞ്ചിൽ വരുമ്പോൾ സിമൻറ്റ് കൊണ്ട് തന്നെയായിരിക്കും ഇവർ ടൈലെല്ലാം ഒട്ടിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഭാഗമായ 2500 രൂപയുടെ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ പശ കൊണ്ടും അതിൻ്റെ ഗം ഉപയോഗിച്ചിട്ടും നമുക്കത് ഒട്ടിച്ച് തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. 1850 രൂപ റേഞ്ചിൽ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗ്രാനൈറ്റുകൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് കുറച്ച് ഗ്രാനൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഭാഗത്തെന്ന് പറയുമ്പോൾ സിറ്റ് ഔട്ടിലും അതിൻ്റെ സ്റ്റെപ്പുകളിലും അതുപോലെ തന്നെ കിച്ചൺ ഗ്രാനൈറ്റ്, കിച്ചൺ ടോപ്പിലും ഒക്കെ നമുക്ക് ഗ്രാനൈറ്റ് അവർ ഇട്ട് തരുന്നത് കണ്ടിട്ടുണ്ട്. അടുത്താണ് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം വരുന്നത്. പെയിൻറ്റിങ്ങിന് സാധാരണഗതിയിൽ ബേസിക് ആയിട്ടുള്ള വർക്കിൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സിമെൻറ്റ് മാത്രമേ അടിക്കുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഗ്രേഡിലേക്ക് വരുമ്പോൾ ഒരു ജനറൽ പെയിൻറ്റിങ് അവർ ചെയ്യാറുണ്ട്. എന്നാൽ മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ പൊട്ടിയിട്ട് പ്രൈമർ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനാമൽ വർക്ക് ചെയ്യുന്ന സാധാരണഗതിയിൽ ആദ്യത്തെ വർക്കിൽ ഇനാമൽ വർക്കൊന്നും ചെയ്യാറില്ല. രണ്ടാമത്തെ വർക്കിൽ കുറച്ച് ഭാഗത്ത് ഇനാമൽ വർക്കുകൾ, എന്നാന്ന് വെച്ചാൽ ഇനാമൽ വർക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനലുകളും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ഇനാമൽ പെയിൻറ്റ് ചെയ്യുന്ന ഭാഗം അത് സാധാരണ 2000 മുതൽ മുകളിലോട്ടുള്ള റേഞ്ചുകളിലാണ് ചെയ്തു കൊടുക്കുന്നത്. അത് ഈ പറയുന്ന 2000-നും 2500-നും സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടെക്സ്ചർ വർക്കിൻ്റെ കാര്യം. ടെക്സ്ചർ വർക്കിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യാതൊരു വർക്കിലും ആദ്യത്തെ ഈ പറയുന്ന 1850-ൻ്റെയോ 2000-ൻ്റെയോ 2200 റേഞ്ചിനൊന്നും ടെക്സ്ചർ വർക്ക് ആരും ചെയ്യുന്നില്ല. ടെക്സ്ചർ വർക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2500 റേഞ്ച് വരുന്ന ഭാഗത്താണ് സാധാരണ ടെക്സ്ചർ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. പോളിഷിംഗ് സാധാരണഗതിയിൽ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള റേഞ്ചിൽ ചെയ്യുന്നില്ല. രണ്ടാമത്തിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ആദ്യം ഫ്രണ്ട് ഡോറ് മാത്രമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് ഡോറും ആദ്യത്തെ ജനലും മാത്രമോ അങ്ങനെയൊക്കെ കുറച്ച് ചെയ്യും. എന്നാൽ മൂന്നാമത്തെ റേഞ്ചിൽ 2500 റേഞ്ചിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് പോളിഷിംഗ് ഫുള്ളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ ചെയ്തു തരാറുണ്ട്. അതുപോലത്തെ ഒരു ഭാഗമാണ് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. സെപ്റ്റി ടാങ്ക് സാധാരണഗതിയിൽ ആദ്യത്തെ ഭാഗമായ 1850 സെപ്റ്റി ടാങ്കുകൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തായിട്ടുള്ള പ്രീ കാസ്റ്റഡ് ആയിട്ടുള്ള സെപ്റ്റി ടാങ്കുകൾ അവർ ചെയ്തു തരാറുണ്ട്. മൂന്നാമത്തെ ഭാഗമായിട്ട് 2500 റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടുള്ളൊരു സെപ്റ്റി ടാങ്ക് അവർ വർക്ക് ചെയ്ത് തരാറുണ്ട്. ഇതുപോലെയാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റീൽസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗത്ത് അവർ SS-ൻ്റെയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചെയ്യാറില്ല. സാധാരണഗതിയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യാണ് വേണ്ടത്. എന്നാൽ രണ്ടാമത്തെ റേഞ്ചിലും മൂന്നാമത്തെ റേഞ്ചിലും അവർ സാധാരണ SS-ൻ്റെ ഹാൻഡ് റീൽസ് നമുക്ക് അവർ ചെയ്തു തരാറുണ്ട്. ഇതുപോലെയാണ് ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ വർക്കുകൾ വരുന്ന ഭാഗത്ത് സാധാരണഗതിയിൽ ആദ്യത്തെ വർക്കിൽ യാതൊരു കാരണവശാലും ഡിസൈൻ വർക്ക് അവർ ചെയ്യില്ല. രണ്ടാമത്തെ വർക്കിൽ കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യും, എന്നാൽ പൂർണ്ണമായിട്ട് അവർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ വർക്ക് ഡിസൈനിലാണെങ്കിൽ എല്ലാ ഡിസൈനും അവർക്ക് ചെയ്തു തരാൻ പറ്റും. ആ ഒരു റേഞ്ചിലേക്കുള്ള വർക്കുകൾക്ക് ഈ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് ഒരു വീടിൻ്റെ ഡ്രെയിനേജ് പിറ്റ് എന്ന് പറയുന്നത്. ഡ്രെയിനേജ് പിറ്റ് ആദ്യത്തെ ഭാഗത്ത് ഒരു കാരണവശാലും അവർ ചെയ്യില്ല. രണ്ടാമത്തെ ഭാഗത്ത് ഡ്രെയിനേജ് പിറ്റുകൾ ചെയ്യാറുണ്ട്. മൂന്നാമത്തെ ഭാഗത്ത് അവർ ഉപയോഗിക്കുന്ന 2500 ഭാഗത്താണെങ്കിലും ഡ്രെയിനേജ് പിറ്റുകൾ അവർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ 3-4 ഡ്രെയിനേജ് പിറ്റുകൾ വരെ ചിലർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വെച്ചിട്ടാണ് നമ്മൾക്ക് സാധാരണഗതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് പലരും പറയും 1850 ഞാൻ ചെയ്തു തരാം, പക്ഷേ എന്തെല്ലാം വർക്കുകളാണ് അവർ ചെയ്തു തരുന്നതെന്നോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ തിരക്കാറില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പലരും പറയുന്നത് അവർക്ക് 1850 രൂപയ്ക്ക് വർക്ക് ചെയ്ത് കിട്ടി, ഞങ്ങൾക്ക് 2500 രൂപയായി എന്ന് പറയുന്നത്. എന്നാലും 2500 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിലുകൾ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.